അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സമയം അങ്ങനെ ഒരുപാട് പേര് ഫേസ്ബുക്കിൽ ലൈവ് ഒന്നും നോക്കാൻ വരുന്ന സമയമല്ല എന്നറിയാം. എന്നാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ തിരുവനന്തപുരം ജില്ല നാളെ നടത്തുന്ന പരിപാടിയുടെ പുത്തരിക്കണ്ടം മൈതാനിയിലെ സൈറ്റിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇന്ന് കുറേ അധികം ആളുകൾ കന്യാകുമാരിയിലേക്ക് പോയിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകർക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇവിടുത്തെ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. സുഖമാണോ ഉസ്താദ് എന്ന് ചോദിക്കുന്നുണ്ട് സിറാജുദ്ദീൻ വേളാവൂര്. സുഖമാണ്. പക്ഷെ അത് നാളത്തെ പരിപാടി കഴിഞ്ഞാൽ ചെറിയ സമാധാനമാവും. ജില്ലയിൽ സമസ്തയുടെ ചരിത്രത്തിൽ ജില്ലയിൽ ഇത്രയും വലിയൊരു പരിപാടി നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവൂലേ? എന്നാലും അൽഹംദുലില്ലാ പറ്റുന്നിടത്തോളം ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും കാര്യമായിട്ട് ദുആ ചെയ്യണം. അറിവില്ലാത്തവരും സാധുക്കളുമായ എന്നെപ്പോലുള്ള ആളുകൾ ഇതിനുവേണ്ടി ഇങ്ങനെ ഖിദ്മത്ത് ചെയ്യുമ്പോൾ അതൊരു പരിപൂർണമായ വിജയത്തിൽ എത്തണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ആ സൈറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പരിപാടി നടക്കുന്ന സ്ഥലം. ഇവിടെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, സുലൈമാൻ ദാരിമി, സത്താർ സാഹിബ് പന്തല്ലൂര്, പിന്നെ നമ്മുടെ ജമിയത്തുൽ ഉലമയുടെ നേതാക്കളൊക്കെ ചേർന്നിട്ട് അൽഹംദുലില്ലാ ഇവിടെ പന്തലിന്റെ കാല് നാട്ടി പോയതാണ്. ഇപ്പോൾ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കുറെ പ്രവർത്തകർ ഇങ്ങോട്ട് എത്താൻ ഉണ്ട്. ആരും എത്തിയിട്ടില്ല. കുറച്ചുപേരൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോൾ അങ്ങനെ ഞാനിവിടെ എങ്ങനെ ഉണ്ട്. എന്റെ കാര്യങ്ങളൊന്ന് പൂർത്തിയാകാൻ വേണ്ടിയൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. സംഭവം വിശാലമായൊരു പുത്തരിക്കണ്ടം മൈതാനി എന്ന് പറയുന്നതേ വലിയൊരു സംഭവമാണ്. സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്ന എന്ത് പരിപാടിക്കും സ്ഥലമുള്ള സ്ഥലമാണ് പുത്തരിക്കണ്ടം എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ചു, ഒരു റൂഹി ഫിദ എന്ന് പറയുന്ന ഒരു പരിപാടി നമുക്ക് ഇവിടെ വെച്ച് നടത്തിയാൽ ഗംഭീരമാകുമെന്നിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 101 ആളുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവരും അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. മൂന്ന് പന്തൽ ആയിട്ടാണ് ഇടുന്നതല്ലേ? അല്ല, ഒറ്റ പന്തല്, പിന്നെ ബാക്കി ടെന്റാണല്ലോ. നമ്മുടെ സംസ്ഥാന കമ്മിറ്റി പറയുന്ന പോലെയാണ് ചെയ്യുക. ഇത് ജില്ല അവര് പറയുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇൻഷാ അല്ലാഹ് പന്തലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യും. ഒരു വിശാലമായ സ്ഥലമാണിത്. ഇൻഷാ അല്ലാഹ് നാളെ എത്തിച്ചേരണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്താണ്. 3 ദിവസത്തെ സന്ദേശയാത്രയിൽ പരമാവധി തിരുവനന്തപുരം ജില്ലയുടെ പ്രദേശങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറേയേറെ സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. ആ സ്ഥലത്തുള്ളവർ തിടുക്കമായി പോയി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും പൊരുത്തപ്പെടുക. എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്തായാലും ഈ സന്ദേശം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും ഇൻഷാ അല്ലാഹ് സഹകരിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നാളെ തിരുവനന്തപുരം ജില്ലയുടെ ഈ പുത്തരിക്കണ്ടം മൈതാനിയിൽ എത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് തിരുവനന്തപുരം ജില്ലയുടെ മുഴുവൻ
പുരുഷാരവും എത്തിച്ചേരണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. കാഞ്ഞിരപ്പള്ളിയിലെ ശിഹാബ്, മാഷാ അല്ലാ. എന്തൊക്കെയാണ് ശിഹാബ് വിശേഷം? ഇൻഷാ അല്ലാ ദുആ ചെയ്യും. നാളെ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് പോര്, ഇവിടുത്തെ പരിപാടിയിലേക്ക് ഒന്ന് പങ്കുകൊണ്ടിട്ട്. പിന്നെ യാത്ര ഇവിടുന്ന് നേരെ കൊല്ലത്തേക്കാണല്ലോ പോകുന്നത്, അതിലങ്ങോട്ട് പോവാം. നല്ല വെയിലാണെന്ന് തോന്നുന്നു. നല്ല വെയിലാണ്, നല്ല മനോഹരമായ വെയിൽ. രാവിലെ തുടങ്ങിയ വെയിൽ ഇതുവരെ മാറിയിട്ടില്ല. വെയിൽ ഫുള്ള് കൊണ്ടിട്ടുണ്ട് നല്ലപോലെ. ഇൻഷാ അല്ലാ നമ്മുടെ ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകരും SKSSFന്റെ പ്രവർത്തകരും ഒക്കെ ഇൻഷാ അല്ലാ ഇപ്പോൾ ഉടനെ എത്തും. എല്ലാവരും ദുആ ചെയ്യണം നാളത്തെ പരിപാടി വിജയിക്കാൻ വേണ്ടി. ഒരു സമാധാനമില്ല, പരിപാടി ഇന്ന് വിജയിപ്പിച്ച് കിട്ടണം. ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും വരികയും വേണം. ഒരുപാട് പേര് ചെറുതും വലുതുമായിട്ടൊക്കെ ചെറിയ സാമ്പത്തിക സഹായമൊക്കെ നമ്മുടെ സിദ്ദീഖ് വൈസി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഫോൺ വിളിച്ചപ്പോഴൊക്കെ കുറെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ പല പള്ളികളിൽ നിന്നൊക്കെ ചെറിയ സഹായമൊക്കെ ഈ പരിപാടിയുടെ വലിയ സാമ്പത്തികമാണല്ലോ, അതിനുവേണ്ടി ചെയ്തു തരുന്നുണ്ട്. വടക്ക് മലബാറിൽ നിന്ന് ആളുകളെല്ലാം കന്യാകുമാരിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ എനിക്ക് കന്യാകുമാരിയിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കുറച്ചുപേരുണ്ട് ഇവിടെ, നമ്മളാരും പോയിട്ടില്ല. മറ്റു ഉസ്താദന്മാരൊക്കെ, ജോലിയുള്ള ഉസ്താദന്മാരൊക്കെ ഖുതുബയ്ക്ക് പോയിട്ട് തിരിച്ച് വരാം. ഞാനിവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങൾ പോയില്ല. അപ്പോൾ വലിയ പ്രതീക്ഷയിലാണ്. നാളത്തെ ദിവസമെല്ലാം ശുഭകരമായി വിജയകരമായി നടക്കട്ടെ എന്ന് ഇൻഷാ അല്ലാ മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ദുആ ചെയ്യണം, എല്ലാവരും ദുആ ചെയ്യണം. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതലാണ് മജ്ലിസ് ആരംഭിക്കുന്നത്. വൈകുന്നേരം ഒരു 5:30 മണിയോടുകൂടി ഇൻഷാ അല്ലാ സമാപിക്കും. ഇന്ന് രാത്രി നമ്മുടെ എല്ലാ പ്രവർത്തകരും കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരും. തിരുവനന്തപുരം ജില്ലയ്ക്ക് പറ്റുന്ന ചെറിയ സൗകര്യങ്ങൾ അവർക്ക് താമസത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണവും ഒക്കെ കൊടുത്ത് വിഴിഞ്ഞത്ത് രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സിയാറത്ത് ചെയ്യും. വിഴിഞ്ഞം വലിയ പരിപാടിയാണ്, മാഷാ അല്ലാ. വിഴിഞ്ഞത്ത് വലിയ പരിപാടിയാണ് സിയാറത്ത്. രാവിലെ 9 മണിക്ക് അവിടുത്തെ മഹലിലൊക്കെ പറഞ്ഞ് അവിടുത്തെ ആബാലവൃദ്ധം ജനങ്ങളും അൽഹംദുലില്ലാഹ് വിഴിഞ്ഞത്ത് ഒരുമിച്ച് കൂടും. ആ സിയാറത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. റാലിയായിട്ട് SKSFന്റെ പ്രവർത്തകര്, യുവാക്കള്, നമ്മുടെ SBVയുടെ ഹിദ്മയുടെ മക്കള്, അങ്ങനെ ഒരു വലിയ പുരുഷാരം അൽഹംദുലില്ലാഹ് റാലിയായിട്ട് വന്ന് പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അൽഹംദുലില്ലാഹ് കൊണ്ടെത്തിക്കും. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും എത്താൻ കഴിയുന്നവരെല്ലാം എത്തണം. നമ്മുടെ വിശ്രമമില്ലാതെ നമ്മുടെ ജില്ലയുടെ ഓരോ പ്രവർത്തകരും SKSSFന്റെ, SYSന്റെ, SMFന്റെ, പ്രത്യേകിച്ച് ജമിയത്തുൽ ഉലമയുടെ സിദ്ദീഖ് വൈസി ഉസ്താദ് എടുത്തു പറയേണ്ടതാണ്. വിശ്രമമില്ലാതെ ശാരീരികമായി ചുമയും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ മറന്ന് ഫോൺ വിളിച്ചും ഇതിനുവേണ്ടി സാമ്പത്തികം കണ്ടെത്തിയൊക്കെ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ അടങ്ങുന്ന ഒരു വലിയ സംഘം തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു. നമ്മളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവരെ സ്വീകരിച്ച് വേളിക്കടുത്ത് പൗണ്ട് കടവ് പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ അൽഹംദുലില്ലാഹ് അവിടുത്തെ സംഘാടക സമിതി സ്വീകരണം നൽകി. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ അടങ്ങുന്ന മുശാവർ മെമ്പർമാരടങ്ങുന്ന ഒരു വലിയ സംഘത്തിന് അവിടെ സഹായ സൽക്കാരം എല്ലാം കൊടുത്തു. അതിനുശേഷം അൽഹംദുലില്ലാഹ് അവർ നാഗർകോവിലേക്ക് പോയി. അവിടെ ആയിരുന്നത്തെ വിശ്രമ സ്ഥലം. നാഗർകോവിലേക്ക് പോയി. കന്യാകുമാരിയിൽ പരിപാടി സ്റ്റാർട്ടായിട്ടുണ്ട്. നാളെ ലൈവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ലൈവ് ഉണ്ട്. നമ്മുടെ സമസ്തയുടെ ക്ലാസ് റൂം ലൈവ് ഉണ്ടാവും. എന്റെ ചാനലിൽ സാധാരണ പ്രഭാഷണത്തിന്റെ ലൈവ് വരുന്ന ലൈവൊക്കെ ഉണ്ടാവും. എല്ലാ ഭാഗത്തുനിന്നും ഇൻഷാ അല്ലാഹ് ലൈവ് ഉണ്ട്. ദുആ ചെയ്യണം, എല്ലാവരും ദുആ ചെയ്യണം കാര്യമായിട്ട് ഈ പരിപാടികളൊക്കെ വിജയിക്കാൻ. അള്ളാഹു സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക.
ആ ഇൻഷാ അല്ലാ കുറച്ച്. കുറച്ച് മണ്ണളവി കിടക്കുന്ന സ്ഥലത്ത് കാർപ്പറ്റ് ഇത്ര ഭാഗമല്ലേ? അത് തന്നെ, അത് മതി. എത്ര രൂപ കസേര ഇടാൻ പറ്റും ഇവിടെ? കാർപ്പറ്റില് എല്ലാവരും ദുആയിൽ ചേർക്കുക. ഇൻഷാ അല്ലാഹ് പിന്നീട് മഗ്‌രിബ് കഴിഞ്ഞിട്ടോ ഒക്കെ ഒന്ന് ലൈവിൽ വരാൻ ശ്രമിക്കാം. ഇതിന്റെ ഒരു